ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം അമിത്ഷായുടെ നേർക്കാണ് ഈ രാജ്യത്ത് പലരും ഉന്നം വയ്ക്കുന്നത്. എന്തായിരിക്കും അതിന് പിന്നിൽ? അല്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മളെ ഇന്ത്യയിലെ പ്രിൻസായിട്ടുള്ള, അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രിൻസായിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞത് അമിത്ഷാ രാജിവെക്കണമെന്നാണ്. അടുപ്പൂട്ടി ചാനൽ ചർച്ചയിൽ പറയുന്നത് ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അടിയന്തരമായിട്ട് മന്ത്രിസഭ രാജിവെക്കണമെന്ന് പറഞ്ഞില്ല, അമിത്ഷാ എങ്കിലും രാജിവെക്കണമെന്നാണ് അവരുടെ അഭിപ്രായം. ഇവിടെ എല്ലാം പറയുന്ന ഒരു രീതി, അതായത് നമ്മളെ മീഡിയ ഡൈവേർട്ട് ചെയ്തു പോകുന്ന ഒരു രീതിയുണ്ട്. അവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ശരിയാണെന്ന് തോന്നുന്ന ഒരു തരം ഭ്രമം ഉണ്ടാക്കുകയാണ് ഇത്തരം ചാനലുകളുടെ ജോലി. എന്തുകൊണ്ടാണ് ഡൽഹി സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു റിവേഴ്സിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, അതിൻ്റെ പിൻഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക്, ഒരു ഒക്ടോബർ 10-നും നവംബർ 10-നും ഇടയ്ക്ക് 8ഓളം സ്ഫോടന ശ്രമങ്ങളാണ് ഇന്ത്യയുടെ ഏജൻസികൾ തകർത്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു മാസമായിട്ട്. കാര്യം ഈ വിന്റർ ആ സമയമാണ് ഈ തണുത്ത മേഖലകളിൽ തീവ്രവാദം കൂട്ടുന്ന സമയവും അതിർത്തി കടന്ന് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കയറുന്ന സമയം. അതുകൊണ്ട് ദീപാവലി കഴിയുന്ന ആ സമയം തൊട്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ ഭയങ്കരമായിട്ട് അലർട്ടായിട്ട് അവർ റെയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ 8 സ്ഫോടന ശ്രമങ്ങൾ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ആ റെയ്ഡുകൾക്കിടയിൽ കണ്ടെടുത്ത 2900 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത കണ്ട് പരിഭ്രമിച്ചിട്ടാണ് ഈ കാറിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുവുമായിട്ട് ഈ ഡോക്ടർ പോയത്. ആ സമയത്താണ് സ്ഫോടനം ഉണ്ടായത്. അപ്പം ഇത് അപ്പോഴ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ആരും വിശ്വസിച്ചില്ലായിരുന്നു ഇതെങ്ങനെ ഒരു യാത്രയിൽ എങ്ങനെ സ്ഫോടനം ഉണ്ടാവുക. എന്തായാലും അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പരിശോധിക്കുന്നതിനിടയിൽ കാശ്മീരിലെ പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേര് മരിക്കാനിടയായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ വളരെ ഇൻഫ്ലേമബിൾ ആയിരുന്നു, പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ ചെറിയ ഒരു പൊരി പോലും ആവശ്യമില്ലായിരുന്നു അതിന്. ചെറിയ ഒരു ടെമ്പറേച്ചറിലെ വ്യതിയാനം പോലും ചിലപ്പോൾ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാനിടയാകും. ഇത് വേണ്ട, എന്താ പറയുന്നത്, സ്പാർക്ക് വേണ്ട, തീ വേണ്ട. ആ സ്ഫോടക വസ്തുവിൻ്റെ താപനില, ഒരു പ്രത്യേക താപനില കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കാറിലും സംഭവിച്ചിരിക്കുന്നതായിരിക്കും. കാര്യം ഇവിടെ ഒരിക്കലും അയാൾ ഒരു ജിഹാദിയായിട്ട് അല്ലെങ്കിൽ ഒരു ഷഹീദാവാൻ പോയ ആളല്ല ഈ ഡോക്ടർ. അവർ ഇന്ത്യ മുഴുവൻ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ഗ്രൂപ്പിലുള്ള ആളായിരുന്നു എന്നുള്ളത് കവിഞ്ഞിട്ട് അദ്ദേഹം ഒരു ചാവേറായിട്ട് പോകാനല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ചാവേറായിട്ട് പോകുന്ന മാസ്കും വെച്ചിട്ട് പോകുന്നല്ലോ കാരണം. അപ്പോൾ അദ്ദേഹത്തിന് മരിക്കാനുള്ള ഒരു താല്പര്യത്തിലല്ല അദ്ദേഹം പോയത്. അതൊരു ആക്സിഡൻ്റൽ ടെറർ ഇൻസിഡൻ്റ് ആണത്. അതൊരു ടെറർ അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മന്ത്രിസഭ ഉപയോഗിച്ച വാക്ക് ടെറർ ഇൻസിഡൻ്റ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത്. ടെറർ അറ്റാക്ക് എന്നുള്ളൊരു വാക്കല്ല ഉപയോഗിച്ചത്. ഇതൊരു ടെറർ ഇൻസിഡൻ്റ് ആയിട്ടാണ് കേന്ദ്ര മന്ത്രിസഭ അതിനെ വിലയിരുത്തിയത്. അപ്പോൾ ഈ 2900 കിലോ പിടിച്ചതുപോലെ വേറെ ഒരുപാട് ആയുധങ്ങൾ, മാരകമായിട്ടുള്ള ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, ഇതെല്ലാം ഗവൺമെൻറ് സീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവർ പബ്ലിക് ഡൊമൈനിൽ വന്നിരുന്നിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുകയും അറിയിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്തിട്ടില്ല. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വളരെ ഊർജിതമായിട്ടുള്ള ഇൻ്റലിജൻസിൽ നിന്നുള്ള നടപടികൾ കണ്ട് ഭയന്നിട്ട് ഓടുന്ന സമയത്തുണ്ടായ ഒരു ആക്സിഡൻ്റാണിത്. അത് അത്രയിലും തീർന്നത് നല്ലതാണ്. കാര്യം 13 പേരെ മരിച്ചോളൂ. ഈ 13 പേരുടെ ജീവനിലെ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ വന്ന് 13 പേരല്ലേ മരിച്ചോളൂ. ചിലപ്പോൾ 13,000 പേര് മരിക്കേണ്ടിയിരുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം ഈ രീതിയിൽ നമ്മൾ അവസാനിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് 13 പേര് നമുക്ക് ലാഘവമായിട്ട് തോന്നാം. അപ്പോൾ രാജ്യത്ത് ഛിദ്രശക്തികൾ, പ്രത്യേകിച്ചും കാശ്മീരിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹർക്കത്തുൽ ജിഹാദ് ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഒക്കെ ISIയും ISും എല്ലാം നമുക്ക് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ശക്തികൾ ഒരേ സമയത്ത് പ്രവർത്തിക്കുകയും ഇവരെല്ലാവരും തമ്മിൽ കോർഡിനേഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 100 പേരുടെ നടുക്ക് നിൽക്കുന്ന ഒരാളെന്ന് വെച്ചാൽ അഭിമന്യുവിൻ്റെ മാതിരിയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചക്രം നമ്മുടെ ചുറ്റുമുണ്ട്, പത്മവ്യൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ നടുക്ക് നിൽക്കുന്ന അഭിമന്യുവിനെ പോലെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യക്ക് ചുറ്റും നമ്മുടെ ശത്രുക്കളാണ്. ആ രാജ്യത്തകത്തുള്ള ശക്തികൾ നമുക്കെതിരാണ്. അവരുടെ പല വേരുകളും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുന്ന 10 വർഷം രാജ്യത്തെ 11ാമത്തെ വർഷത്തേക്ക് രാജ്യത്തെ വലിയ അപകടമൊന്നും
കൂടാതെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് അമിത്ഷാ എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം കൂടെയാണ്. അപ്പോൾ ആ ഒരു സാധനത്തിനെ തകർത്തിട്ട് നമ്മുടെ ഒരു പാട്ടീലിനെ പോലെ, മുംബൈ സ്ഫോടന സമയത്ത് ഒരു പാട്ടീലുണ്ടായിരുന്നു, അദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ട് വച്ചിരുന്നെങ്കിൽ കെ സി വേണുഗോപാലിനൊക്കെ നന്നാവുമായിരുന്നു. ഇത് അങ്ങനെ ഒരു ഇന്ത്യൻ ഭൂപ്രദേശം ആക്രമിക്കാൻ തയ്യാറാവാൻ ആരും ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് ചില സ്ലീപ്പർ സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നവർക്ക് നേരിട്ട് ആക്രമിക്കാൻ വരാൻ പറ്റാത്തപ്പോഴത്തേക്ക് ബിനാമി ആൾക്കാരെ വിട്ടിട്ട് ആക്രമിക്കുക. ആ ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നടത്തിയതും അത് തന്നെയായിരുന്നു. ഇപ്പം നടത്തിയത് അത് തന്നെയാണ്. അപ്പം നമ്മളെ രാജ്യത്തിനകത്തുള്ള ആരും സംശയിക്കാത്ത സ്ലീപ്പർ സെല്ലുകൾ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇതിപ്പോഴല്ല, 2022 തൊട്ട് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡോക്ടർമാർ പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടൊന്നും ഇതിനകത്ത് ബന്ധമൊന്നുമില്ല. 2022 ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയില്ലല്ലോ. അപ്പോൾ 2022 തൊട്ട് ഇവർ തുർക്കിയിൽ പോവുകയും, അതായത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശക്തികൾ ഇന്ത്യ ജനിച്ചത് തൊട്ട് മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒരേപോലെ ശക്തമാണ്. അകത്തും പുറത്തുമുള്ള ത്രെട്ടുകളെ, സെക്യൂരിറ്റി ത്രെട്ടുകളെ ഇന്ത്യ ഫലപ്രദമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷം അതിനകത്ത് യാതൊരു കോംപ്രമൈസും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ ശക്തമായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് ഇനിയും തെളിയുന്നത്. ഇല്ല സാർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കാര്യമാണ്. അത് അതിൻ്റെ 2ാമത്തെ വർഷം ഉണ്ടാവും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും യുദ്ധക്കൊതിയന്മാരോ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോ അല്ല. നമ്മൾ എപ്പോഴും പ്രതിരോധം തന്നെയാണ് ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. നമ്മളായിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ 1 ഉണ്ടായത് അവിടുന്ന് ഒരു ആക്രമണം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ 2 ഉണ്ടാവണമെങ്കിലും അവിടുന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ മാത്രമേ, നമ്മൾ സെക്കൻഡ് അറ്റാക്കിന് മാത്രമേ നമ്മൾ ഇന്ത്യ എപ്പോഴും തയ്യാറായിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ നമ്മൾ കണക്കാക്കിയിരുന്നത് ഭീകരാക്രമണങ്ങൾ വേറെയും യുദ്ധം അതിർത്തിയിലുള്ള ആക്രമണങ്ങൾ വേറെ എന്നുള്ള ഒരു രീതി നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലെ മന്ത്രിസഭ ഏകകണ്ഠമായിട്ട് പറഞ്ഞു, ഇനി ഈ ഭീകരാക്രമണങ്ങൾ യുദ്ധമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കും എന്ന് പറഞ്ഞത് ഭീകരാക്രമണങ്ങൾക്ക് തുനിയുന്നവർ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരു യുദ്ധത്തെയും രാജ്യത്തിൻ്റെ മൊത്തമുള്ള ശക്തിയെ നേരിടാൻ തയ്യാറായിക്കൊള്ളാനാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പം ഡൽഹി നടന്ന സ്ഫോടനം പോലെയുള്ളത് ആവർത്തിക്കപ്പെടുമ്പോൾ അതിനെ തടയിടുക എന്നുള്ളതും ഇന്ത്യ. ഇല്ല സാർ, നമ്മുടെ സെക്യൂരിറ്റിക്ക് 3 ലെയറുണ്ട്. ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലീസ് എന്ന് പറയുന്ന ഒരു ലെയർ, അതാണ് ഏറ്റവും ആദ്യത്തെ ലെയർ. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ഏജൻസീസ് എന്ന് പറയുന്ന ഒരു ലെയറുണ്ട്. അവിടെ BSF, CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതിർത്തി രക്ഷിക്കുന്നത്, അതിർത്തി കാക്കുന്നത് അവരാണ്. കാരണം നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മൾ അതിർത്തി കാക്കുന്നത് BSF, CRPF, ITBP പോലുള്ള സംഘടനകളാണ് നമ്മളെ അതിർത്തി കാക്കുന്നത്. അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് വരുന്ന ആക്രമണങ്ങൾ നേരിടാനാണ് സൈന്യമുള്ളത്. അങ്ങനെ ഈ 3 ഡിഫറെൻറ്റ് റോളുകളിലാണ് ഉള്ളത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സൈന്യം ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം വരുന്നത് ബാക്കി 2 ഏജൻസി ഫെയിലൂർ ആകുമ്പോഴത്തേക്കാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഇത്രയും കേരളത്തിൽ വളർന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് കേരള ഗവൺമെന്റ് ഇന്ന് വരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് ലെയറിൽ നമുക്കൊരു ബ്രേക്ക് വന്നു. ഫസ്റ്റ് ലെയർ പൊട്ടിപ്പോയി നമ്മുടെ. സെക്കൻഡ് ലെയറാണ് അടുത്ത് BSF പോലുള്ള, അവരാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ബഫർ അവരാണ്. അവരും പൊട്ടുന്നൊരു സമയത്താണ് നമുക്ക് ആ ഒരു രീതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് പകരം അവർ ഭീകരന്മാരെ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കകത്ത് ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് അത് ഇനി അവരുടെ ജോലിയല്ല, അത് സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ജോലിയല്ല, അത് സൈന്യത്തിൻ്റെ ജോലിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 1 അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് 2 പറ്റി പറയുന്ന ഒരു പ്രൊഡിക്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും വീണ്ടും ബ്രേക്ക് ആവുമോ എന്നാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. നമ്മൾ വീണ്ടും പറയുന്നത് ഓരോ സംസ്ഥാനവും അവരുടെ സംസ്ഥാനം, ഇപ്പോൾ ഹരിയാന ഗവൺമെൻറ് അവിടെയുള്ള ആക്ടിവിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ സെക്യൂരിറ്റി ഏജൻസിക്ക് ഇത്രയും ജോലി വേണ്ടി വരില്ലായിരുന്നു. കേരള ഗവൺമെൻറ്റിൽ ഇത്രയും നല്ല രീതിയിൽ അവർ കേരള പോലീസ് നോക്കിയിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ ഇത്രയും വളരില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും സെക്യൂരിറ്റി ബ്രേക്ക് ആവുന്ന ഒരു സമയത്ത് മാത്രമേ, ഒരു ഫോറിൻ എലിമെൻ്റ് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് മിലിറ്ററി ഒരു ഓപ്പറേഷൻ, അതായത് ആർംഡ് ഫോഴ്സസിൻ്റെ ഒരു ഓപ്പറേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനാവും. അത് രാജ്യം നമ്മുടെ രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളും പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. അത് ബ്രേക്ക് ആവുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സെക്യൂരിറ്റി ഏജൻസികളുടെ കഴിവിൽ നമ്മൾ തന്നെ അവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെയാണ്. അത് ഒഴിവാക്കാൻ എന്തുകൊണ്ട് നമ്മുടെ BSFനും CRPFനും ഒന്നും കഴിയുന്നില്ല?
അവിടെ നമ്മൾ സെക്യൂരിറ്റി ലാപ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ വിജിലൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ വിജിലൻ്റ് ആവുകയും ഇതുപോലെ തുടർച്ചയായിട്ടുള്ള റെയ്ഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടുവരികയും ഇത്തരം ആക്രമണങ്ങൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും പ്രിവെൻറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ UAPAക്കെതിരായിട്ട് ഇവിടെ കേരളത്തിൽ വലിയ സമരം നടന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മോട്ടിവേഷൻ എന്താണെന്നും അവരുടെ മോട്ടീവ്സ് എന്താണെന്നും നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെക്യൂരിറ്റി തന്നെ നമുക്ക് പ്രോബ്ലം വരും. സെക്കൻഡ് ലെയറിനകത്ത് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു മിലിറ്ററി ഓപ്പറേഷനിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ 2 ലെയറും ബ്രേക്ക് ആകുമ്പോഴത്തേക്കാണ് രാജ്യം ഒരു വിദേശ രാജ്യത്തിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വേണം നമ്മളെപ്പോഴും എല്ലാവരും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും. കാര്യം അതിലുണ്ടാകാൻ പോകുന്ന നഷ്ടം എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഓപ്പറേഷൻ നമ്മൾ ജയിച്ചു. കുറച്ച് ഭാഗ്യം കൊണ്ടും കുറച്ച് ബുദ്ധി കൊണ്ടും കുറച്ച് തന്ത്രം കൊണ്ടും ഒക്കെയാണ് നമ്മൾ ജയിച്ചത്. നമ്മുടെ ശക്തി കൊണ്ട് മാത്രമല്ല ജയിച്ചത്. അതുകൊണ്ട് അടുത്ത ഓപ്പറേഷനും ഫുള്ളി സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്ന് നമുക്ക് താല്പര്യമില്ല, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളകത്ത് ഒളിഞ്ഞിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ എത്രയാണ്. ഇപ്പോൾ വളത്തിൽ നിന്നാണ് NPK എന്ന് പറഞ്ഞാൽ വളത്തിൽ നിന്നാണ് അവർ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മളെ അതിർത്തികൾ സുരക്ഷിതമാകും.